അല്ല, അപ്പോൾ മറ്റൊരു ബ്രോഡ്ബാൻഡ് കമ്പനി ഇവിടെ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അവർ വളരെ കുറച്ച് പൈസയിൽ ജനങ്ങൾക്ക് ഇത് സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ കേരള വിഷൻ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് കുറയ്ക്കേണ്ടി വരുമോ, അതോ എങ്ങനെയായിരിക്കും ഡീൽ ചെയ്യുക? കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ കുറയ്ക്കലിനൊരു അൾട്ടിമേറ്റ് ഉണ്ടല്ലോ. എത്ര കുറയ്ക്കാം? നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് മാനേജ് ചെയ്തുകൊണ്ടല്ലേ കൊടുക്കാൻ പറ്റൂ. ഇപ്പോൾ നമുക്കറിയാം പല കമ്പനികളും ഓഫറുകൾ കൊടുക്കും, ഇൻട്രൊഡക്ടറി ഓഫർ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കും. അതൊക്കെ ഒരു താൽക്കാലികമാണ്. കേരള വിഷൻ്റെ ഏറ്റവും വലിയ സ്വീകാര്യതയിൽ പ്രധാനപ്പെട്ട കാര്യം നമുക്കൊരു ഹിഡൻ ചാർജും ഇല്ല. നമ്മൾ വളരെ പച്ചയായ കൃത്യമായിട്ടാണ് പറയുന്നത്, വളരെ സത്യസന്ധമായിട്ടാണ് പറയുന്നത്. നിങ്ങളിത് എടുത്താൽ നിങ്ങൾക്ക് 100 രൂപയ്ക്ക് തരുന്നതെന്ന പ്രോഡക്റ്റ് ഒരു ബില്ല് കൊടുക്കുന്ന സ്ഥലത്ത് വേറൊരു സർവീസ് ചാർജിന് അതിന് 15 രൂപ വേറെ വാങ്ങുമെന്ന് പറയുന്നില്ലല്ലോ. നമ്മൾ പറയുന്നത് 100 എന്ന് പറഞ്ഞാൽ 100ആണ്. മറ്റ് പല കമ്പനികളും അങ്ങനെയല്ല. അവർക്ക് ഹിഡൻ ചാർജസ് ചിലപ്പോൾ ഒരു 3 മാസത്തെ ഓഫർ കഴിഞ്ഞാൽ നിരക്ക് 3 ഇരട്ടിയാകും. അല്ല, ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു മാസം എന്ന് പറഞ്ഞാൽ 30 ദിവസം എന്നുള്ള, അത് 28 ദിവസവും 26 ദിവസത്തിൻ്റെ അങ്ങനെ ഹിഡൻ ചാർജസ് ഒന്നുമില്ല ഇപ്പോൾ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് നിരക്ക് കുറയ്ക്കുക എന്നുള്ളത് അസാധ്യമാണ്. ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സത്യസന്ധമായി നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിന് കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റിന് കൊടുക്കാൻ ആർക്കും കഴിയില്ല. ആ വിലയ്ക്ക് കൊടുക്കാൻ പറ്റില്ല. അത് തന്നെയാണ് ആർക്കും വില കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ തൽക്കാലം അവർ ബ്ലീഡ് ചെയ്യണം, നഷ്ടപ്പെടുത്തി റേറ്റ് കുറയ്ക്കണം. പിന്നീട് അവർക്ക് റിക്കവറി ആണെങ്കിൽ ഇരട്ടി വർദ്ധിപ്പിച്ചേ വാങ്ങാൻ പറ്റും. Watch full video on ABC Malayalam Business.